ലോകകപ്പ് ഫൈനലിന് തൊട്ടുമുൻപ് ലയണൽ മെസ്സി ഇങ്ങനെ കുറിച്ചു: നാളെ എന്ത് സംഭവിച്ചാലും ഈ സംഘം ഒരിക്കലും മറക്കാത്ത ചരിത്രം രചിച്ചിട്ടുണ്ട്. ആർക്കും മായ്ച്ചു കളയാനാവാത്ത നേട്ടം. ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ മെസ്സി ഉണ്ടാകില്ല. നീലയും വെള്ളയും കുപ്പായത്തിൽ ലോകകപ്പ് വേദിയിൽ കാൽപന്തിനായി മെസ്സിയുടെ തിരയിളക്കം ഇനി കാണില്ല. പടിയിറക്കം നിരാശയോടെയാണെങ്കിലും ചരിത്രം രചിച്ചാണ് അയാൾ ലോകകപ്പ് വേദിയോട് യാത്ര പറയുന്നത്. മെസ്സി തന്നെ പറഞ്ഞതുപോലെ ആർക്കും മായ്ച്ചു കളയാനാവാത്ത ചരിത്രം. 2006 മെസ്സിയുടെ ലോകകപ്പ് കരിയർ ആരംഭിക്കുന്നത്. 6 ലോകകപ്പുകളിലായി 34 മത്സരങ്ങൾ, 21 ഗോളുകൾ, 12 അസിസ്റ്റുകൾ. കാൽപന്തിന്റെ വിശ്വവേദിയിൽ ആ ഇടംകാൽ കുതിച്ച സമയം 3054 മിനിറ്റ്. 2006 2010 ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയുടെ ലോകകപ്പ് മോഹങ്ങൾ നിലയ്ക്കുന്നു. 2016 ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ ഒറ്റയാൾ പോരാട്ടം അവരെ ഫൈനലിലെത്തിച്ചു. ജർമ്മനിയോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് അർജന്റീന മടങ്ങുമ്പോൾ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളുമായി മെസ്സി തലകുനിച്ചു നിന്നു. രാജ്യത്തിനായി 3ാം ലോകകപ്പ് നേടിക്കൊടുക്കുകയെന്ന സ്വപ്നം പൊലിഞ്ഞപ്പോൾ ആ ഗോൾഡൻ ബോളിന്റെ നിറവും മങ്ങി. 2016 ലോകകപ്പിലെ ഫൈനൽ തോൽവിയടക്കം തുടർച്ചയായ 3 ഫൈനൽ തോൽവികൾ മെസ്സിയെ മാനസികമായി തകർക്കുന്നു. 2016 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന കോപ്പ അമേരിക്ക ഫൈനലിന് പിന്നാലെ രാജ്യാന്തര കരിയർ അവസാനിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനം. അതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയമാണ് മെസ്സിയുടെ അവസാന ലോകകപ്പിനും വേദിയായത്. ഒരിക്കൽ കൂടി മെറ്റ്ലൈഫ് ഗ്രൗണ്ടിൽ നിരാശയോടെ ഇരിക്കാനായിരുന്നു മെസ്സിയുടെ വിധി. 2022 ലോകകപ്പിൽ മെസ്സി ചരിത്രം രചിക്കുന്നു. 7 ഗോളും 3 അസിസ്റ്റുമായി കളം നിറഞ്ഞു കളിച്ച നായകന്റെ കരുത്തിൽ അർജന്റീനയ്ക്ക് 36 വർഷങ്ങൾക്ക് ശേഷം വിശ്വകിരീടം. ഗോൾഡൻ ബോളുമായി മെസ്സി ലോകകപ്പിന്റെ താരമായി. ഈ ലോകകപ്പിൽ അർജന്റീന ഫൈനലിലെത്തുന്നതും മെസ്സിയുടെ തണലിലാണ്. 8 ഗോളുകളും 4 അസിസ്റ്റുമായി അവസാന ആട്ടവും ആടിത്തിമിർത്തു ലയണൽ ആന്ദ്രേസ് മെസ്സി. ലോകകപ്പിലെ മികച്ച 2ാമത്തെ കളിക്കാരനുള്ള സിൽവർ ബോളുമായി ലോകകപ്പ് വേദിയിൽ നിന്ന് മെസ്സിക്ക് പടിയിറക്കം. ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മനുഷ്യന്റെ ലോകകപ്പ് യാത്ര ഇതാ ഇവിടെ അവസാനിക്കുന്നു. നന്ദി മെസ്സി.